Hi guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹോം പേജിൽ വാൾപേപ്പർ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിൽ വരാം. ഡാഷ്ബോർഡിൽ വന്നിട്ട് ഈ നമ്മുടെ ഇവിടെ കാണുന്ന അപ്പിയറൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുന്ന ജനറൽ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് പേജ് ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ വിസിബിലിറ്റി കാണാൻ കഴിയും. അവിടെ നമുക്ക് ഷോ ഓൺ ഓൾ ഡിവൈസസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഹൈഡ് ഓൺ ഓൾ ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മുകളിൽ കാണുന്ന പബ്ലിഷ് എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണുന്ന ക്ലോസ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ തിരികെ വരാം. അതിനുശേഷം നമുക്കിവിടെ പേജസിൽ ക്ലിക്ക് ചെയ്യാം. പേജസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഹോം പേജിൻ്റെ ഈ ഇവിടെ വന്നിട്ട് നമുക്ക് എഡിറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ എഡിറ്റ് വിത്ത് എലിമെൻറ്റർ എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിൽ കാണുന്ന ഇവിടെ മെനു ബാറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. മെനു ഐറ്റംസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്ലോബൽ ഫോൺസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോൺട്സിൻ്റെ ഫാമിലി ചേഞ്ച് ചെയ്യാം. സോ പ്രൈമറി നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫാമിലിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ മോൺസററ്റ് എന്ന ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ സെക്കൻഡറിയിലും അതുപോലെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫാമിലി ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മോൺസററ്റ് എന്ന് സെലക്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള ടെക്സ്റ്റും ആക്സൻറ്റും ഇത് നമുക്ക് പോപ്പിൻസ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്യാം. സോ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം പോപ്പിൻസ്. നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആക്സെൻറ്റ് ഇത് നമുക്ക് പോപ്പിൻസ് എന്ന ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴെ വന്നിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന സെറ്റിങ്സിൽ വരാം. താഴെ കാണുന്ന ഈ സെറ്റിങ്സിൽ അവിടെ വന്നിട്ട് നമുക്ക് പേജ് ലേഔട്ട് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് പേജ് ലേഔട്ടിൽ വന്നിട്ട് എലിമെൻറ്റർ ഫുൾ വിത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേജ് ഫുൾ വിത്ത് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് സെക്ഷനിൽ നമുക്ക് സ്ട്രക്ചർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എഡിറ്റ് സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും. ഇതിൻ്റെ എഡിറ്റ് സെക്ഷനാണിത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കോണ്ടൻറ്റ് വിത്ത് ഫുൾ വിത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹൈറ്റ് മിനിമം ഹൈറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ 540 എന്ന് ടൈപ്പ് ചെയ്യാം. 540 പിക്സൽ. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പിൽ നമുക്ക് താഴെ ഇമേജ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ചൂസ് ഇമേജിൽ. എന്നിട്ട് നമുക്ക് നമ്മുടെ സെലക്റ്റഡ് ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി സെലക്ട് ഫയൽസിൽ വന്നിട്ട് നമ്മുടെ ഏത് ഫോൾഡറിലാണോ നമ്മുടെ ഇമേജസ് ഇരിക്കുന്നത് അവിടെ നമുക്ക് വന്നിട്ട് നമുക്ക് ആ ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാൾപേപ്പർ ഇമേജ്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന താഴെ കാണുന്ന ഈ ഇൻസേർട്ട് മീഡിയ ഉണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ ഇമേജ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ പൊസിഷനിൽ വന്നിട്ട് സെൻറ്റർ സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ റിപ്പീറ്റിൽ നമുക്കിവിടെ റിപ്പീറ്റ് വന്നിട്ട് നോ റിപ്പീറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ സൈസിൽ നമുക്ക് കവർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഓവർലേ എന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ കാണുന്ന ക്ലാസിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ടൈപ്പിൽ. അതിനുശേഷം കളർ ചൂസ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട്
ഇവിടെ ഏത് കളറാണോ വേണ്ടത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പം ബ്ലാക്ക് കളറിലേക്കാണ് ഡ്രാഗ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓവർലേ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് ആഡ് ചെയ്യാം. ഹെഡിങ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഈ കാണുന്ന പ്ലസ് സൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഹെഡിങ് കാണുന്നുണ്ട്. ഈ എലിമെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം, എന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. സോ നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ടൈറ്റിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഓൾ ന്യൂ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അലൈൻമെൻറ്റ് സെൻറ്റർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വന്നതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് കളർ ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ടൈപ്പോഗ്രഫിയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫാമിലി നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന ലോറ എന്നാണ്. ലോറ എന്ന ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സൈസിൽ നമുക്ക് 40 പിക്സൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വെയ്റ്റിൽ വരാം, ട്രാൻസ്ഫോമിൽ വരാം. എന്നിട്ട് അപ്പർ കേസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റൈൽ ഡിഫോൾട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് സൈസ് കുറച്ചും കൂടെ കൂട്ടാം. 60 പിക്സൽ ആഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു അഡ്വാൻസ് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്, ആനിമേഷൻ ടെക്സ്റ്റ്. അതിനുവേണ്ടി നമുക്കിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇവിടെ കാണുന്ന അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു എലിമെൻറ്റ് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇവിടെ നമുക്ക് അഡ്വാൻസ് ടെക്സ്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആനിമേഷൻ വന്നിട്ട് ഇവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ താഴെ കാണുന്ന ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന പ്രിഫിക്സ് ടെക്സ്റ്റ് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആനിമേറ്റഡ് ടെക്സ്റ്റ് ഉണ്ട്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം വീഗൻ. എൻ്റർ അടിച്ചിട്ട് താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാം വെജിറ്റേറിയൻ. അതിനുശേഷം നമുക്ക് താഴെ സഫിക്സ് ടെക്സ്റ്റ് എന്ന് കാണും. ഇവിടെ നമുക്ക് വന്നിട്ട് ഇതുപോലെ ലൈൻ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ റെസിപ്പീസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ കാണുന്ന ടെക്സ്റ്റ് ഡിസൈനാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വന്നിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ടെക്സ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് കളർ നമുക്ക് ഗ്രീൻ ചൂസ് ചെയ്യാം. ഒരു ഇതുപോലുള്ള ലൈറ്റ് ഗ്രീൻ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് നമുക്ക് ഇവിടെ ടൈപ്പോഗ്രഫിയിൽ വരാം. എന്നിട്ട് നമുക്ക് സൈസ് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് 60 കൊടുക്കാം. അതിനുശേഷം നമുക്ക് 60 വേണ്ട, നമുക്ക് 40 കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വെയ്റ്റ് നമുക്ക് ബോൾഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫോർമേഷൻ അപ്പർ കേസി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്ക് സഫിക്സ് ടെക്സ്റ്റിൽ വരാം. സഫിക്സ് ടെക്സ്റ്റിൽ നമുക്ക് ടെക്സ്റ്റ് കളർ നമുക്ക് വൈറ്റ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സഫിക്സ് ടെക്സ്റ്റിൻ്റെ ടൈപ്പോഗ്രഫിയിൽ വന്നിട്ട് ഇവിടെ നമുക്കിവിടെ 40 സൈസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വെയ്റ്റ് ബോൾഡ് സെലക്ട് ചെയ്യാം. അതുപോലെ ട്രാൻസ്ഫോമിൽ നമുക്ക് അപ്പർ കേസ് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ വാൾപേപ്പർ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് ബ്ലോഗിംഗ് ചാനലിന് വേണ്ടി, നമ്മുടെ ഫുഡ് ബ്ലോഗിംഗ് വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ
ഇതുപോലെയാണ് പേജ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ താഴെ കാണുന്ന നമ്മുടെ ഈ സൈറ്റിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ താഴെ കാണുന്ന ഐക്കൺ, ഈ റെസ്പോൺസീവ് മോഡ് എന്ന് പറഞ്ഞ ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം മുകളിൽ ഇവിടെ ടാബ് എന്ന ഓപ്ഷൻ ഉണ്ട്, ടാബ്ലെറ്റിൻ്റെ ഓപ്ഷൻ, അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് മൊബൈൽ വ്യൂ ആണ് വേണ്ടത്. സോ മൊബൈൽ വ്യൂവിൽ നമുക്ക് ആദ്യമേ ഹെഡിങ് സെലക്ട് ചെയ്യാം. ഹെഡിങ്ങിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓൾ ന്യൂ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പോഗ്രാഫി വന്നിട്ട് നമ്മുടെ ഹെഡിങ് നമുക്ക് ഈ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് 40 സൈസാണ്. അതുപോലെ ഇനി നെക്സ്റ്റ് നമ്മുടെ അഡ്വാൻസ്ഡ് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസാണ്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് വന്നിട്ട് നമുക്കിവിടെ ഫോണ്ട് സൈസ് ഇവിടെ നമുക്ക് 20 കൊടുക്കാം, 20. ഓക്കെ. ഇനി അതുപോലെ തന്നെ സഫിക്സ് ടെക്സ്റ്റിൻ്റെ ടൈപ്പോഗ്രാഫി വന്നിട്ട് ഇവിടെ നമുക്ക് 20 കൊടുക്കാം. സോ ഇത് വളരെ എലിഗൻ്റ് ആയിട്ടുണ്ട്, വളരെ അട്രാക്റ്റീവും മൊബൈൽ റെസ്പോൺസീവും ആയിട്ടുണ്ട്. സോ ഇനി അതിനുശേഷം നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ റെസ്പോൺസീവ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.